രാഷ്ട്രീയക്കാർക്കിടയിലും സിനിമാക്കാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും മന്ത്രവാദവും കൂടോത്രവും വർദ്ധിച്ചു വരികയാണ്. ഇത്തവണ ഞങ്ങൾ ഒരു കൂടോത്രത്തിൻ്റെ കഥയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു. അവര് പോകുന്ന വഴിയില് ഭൈരവനെ പ്രാർത്ഥിച്ചിട്ട് ഭൈരവനാ? അതാരാ? കാലഭൈരവൻ കേട്ടിട്ടില്ല? മന്ത്രവാദി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. എന്നാ ശരി മോനെ, ഞാൻ പോട്ടെ. ചേട്ടാ ദക്ഷിണം മധു, കാല് തൊട്ട് നിറകില് വെച്ചിട്ട് കാശുക. ചേട്ടാ ഇതാ ആകെ 1000 രൂപയുള്ളൂ. മോനെ ബാക്കി പൈസ കാര്യം കണ്ടതിന് ശേഷം തരാം. ആ സീൻ നമുക്ക് കോളേജ് ക്യാമ്പസിൽ വെച്ചെടുക്കാം. ഗാർഡന്റെ അടുത്ത് ഒരു വാഗമരം നിൽക്കണില്ലേ, ആ തിണ്ണേമ ഇരുന്നിട്ട് ആ സീൻ ഞാൻ പൊളിക്കും. നോയിക്കോ സാറേ, ഞാൻ ആ സീൻ തകർക്കും. രവിച്ചേട്ടാ പ്രശ്നമായിരിക്കട്ടാ. രവിച്ചേട്ടൻ എന്തിട്ട് പ്രശ്നം? ആൾക്ക് യൂട്യൂബ് വീഡിയോയില് റോളൊന്നും കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കളിക്കില്ല. അയാൾ പറയണതേ അയാൾക്ക് മസ്താൻ ബായുടെ റോള് കൊടുത്തെങ്കിൽ അയാൾ കലയ്ക്കാനെന്ന് പറയണേ. അതുപോലെ ഒടിയന്റെ റോള്, ആദിവാസി നീല, ഇതൊക്കെ അയാൾ പൊളിക്കുന്ന പറയണേ. പക്ഷെ അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആള് ഭയങ്കര ദേശത്തിലാ, ഒന്ന് ശ്രദ്ധിച്ചോ. ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങണ്ട, വലിയ കൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കും, അറിയില്ല. അല്ല, ഈ വീഡിയോയിലൊക്കെ റോള് കൊടുത്തില്ല എന്നും പറഞ്ഞ് അതിൽ കൊട്ടേഷൻ വെക്കോ? ഈ മുട്ട ഇവിടെ വെക്കാം. ഈ വഴിയല്ല അവര് വരുന്നത്. ഈ മുട്ട കൊണ്ടെന്താ കാര്യം? മന്ത്രിവാദി പറഞ്ഞത് അവര് വരുന്ന വഴിയിലാണ് ഈ മുട്ട വെക്കാൻ പറഞ്ഞത്. എന്തിനൊക്കെ ചെയ്യുന്നത്? അവരിപ്പോ യൂട്യൂബ് വീഡിയോയില് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നില്ല. എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നില്ല. ഈ കൂടോത്രയോടെ വെച്ചാല് നമ്മളെ അഭിനയിക്കാൻ വിളിക്കും അവര്. മണ്ടത്തരം പറയുന്നത് ചേട്ടാ, ഇത് അവരെ നശിപ്പിക്കാനുള്ളതാ. മന്ത്രിവാദി പറഞ്ഞത് ഭൈരവന് പ്രാർത്ഥിച്ച് ഇവിടെ വെക്കാനാ പറഞ്ഞേക്കണത്. ഒരു മുട്ട വെറുതെ പോയി. അവര് വല്ലുണ്ട്, നമുക്കിവിടുന്ന് പോകാം. മുട്ട കോഴിമുട്ട മാത്രല്ല, പൂവുണ്ടല്ല. ഇതാരും കൂടോത്രം ചെയ്താന്ന് തോന്നണം. നമുക്ക് മുട്ട അടിച്ചാലോ? തല മുട്ട അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ മുട്ട അടിച്ച് ഓംലെറ്റ് ബുൾസായി അടിക്കുക, അതാണ് ഞാൻ പറയണേ. എന്നാ നമുക്ക് ആ മുട്ട എടുത്തിട്ട് പോവാം.